കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ വ്യവസായ വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷിനെതിരെ മുന്നറിയിപ്പുമായി ഹൈക്കോടതി. തന്ത്രങ്ങൾ കോടതിയോട് വേണ്ടെന്ന് ജസ്റ്റിസ് എ ബദറുദ്ദീൻ പറഞ്ഞു. നേരിട്ട് ഹാജരാകാത്തതിനാണ് ഈ വിമർശനം. തിങ്കളാഴ്ച ഹാജരായില്ലെങ്കിൽ കടുത്ത നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, ഈ കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിലാണല്ലോ ഹാജരാകാത്തതിന്റെ പേരിൽ വ്യവസായ വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷിന് വലിയൊരു മുന്നറിയിപ്പ് കോടതിയിൽ നിന്നുണ്ടായിരിക്കും. എന്താണ് കോടതി പറഞ്ഞത്? എന്താണ് കോടതിയെ ഈ വിധത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകാൻ പ്രേരിപ്പിച്ചത്? കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ അനുമതി നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചെങ്കിലും അത്തരത്തിൽ അഴിമതി നടന്നിട്ടില്ല എന്ന് 3 സത്യവാങ്മൂലമാണ് മുഹമ്മദ് ഹനീഷ് ഹൈക്കോടതിയിൽ നൽകിയത്. അതിനെതിരെയാണ് അതിരൂക്ഷ വിമർശനം ഉണ്ടാകുകയും മുഹമ്മദ് ഹനീഷിനെതിരെ കോടതിയലക്ഷ്യം നിലനിൽക്കുമെന്ന് ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് ഉത്തരവിടുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് മുഹമ്മദ് ഹനീഷിനോട് നേരിട്ട് കോടതിയിൽ ഹാജരായി നടപടികൾ നേരിടാൻ ആവശ്യപ്പെട്ടത്. പക്ഷേ ഇന്ന് അദ്ദേഹം എത്തിയിരുന്നില്ല, ബഡ്ജറ്റിന്റെ തിരക്കിലാണെന്നാണ് അറിയിച്ചത്. ആ ഘട്ടത്തിലാണ് കോടതി പറഞ്ഞത്, നിങ്ങളുടെ തന്ത്രങ്ങൾ കോടതിയോട് വേണ്ട, എത്രയും പെട്ടെന്ന്, അതായത് തിങ്കളാഴ്ച ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോകേണ്ടി വരും, അതിന് പ്രേരിപ്പിക്കരുത് എന്നാണ് കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം. വളരെ കോടതി കടുത്ത അതൃപ്തി മുഹമ്മദ് ഹനീഷിനെ നടപടിയിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു. മുഹമ്മദ് ഹനീഷ് വ്യക്തമാക്കിയത് താൻ നിലവിൽ ഈ IT വ്യവസായ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനം മാറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും കോടതി ചെവിക്കൊണ്ടില്ല. കാരണം കണ്ടംപ്റ്റ് എടുത്തിരിക്കുന്നത് ഇൻഡിവിജ്വലിയാണ്, അത് മുഹമ്മദ് ഹനീഷിനെതിരെയാണ്. അതുകൊണ്ട് ഹാജരാകാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. തിങ്കളാഴ്ച ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോകേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകി. ഒപ്പം ഈ പ്രോസിക്യൂഷൻ അനുമതിയുമായി ബന്ധപ്പെട്ട പുതിയ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. 9/7/2026 മുൻപേ പ്രോസിക്യൂഷൻ അനുമതി നൽകിയില്ല എങ്കിൽ ഈ പുതിയ സെക്രട്ടറിക്കെതിരെയും കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ വ്യക്തമാക്കിയിട്ടുള്ളത്. CBI അന്വേഷണം ഈ നേരത്തെ INDC പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകൾക്കെതിരെയാണ് CBI അന്വേഷണം നടത്തിയത്. അവർക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി തേടിയാണ് ഈ CBI സർക്കാരിനെ സമീപിച്ചത്. പക്ഷേ കഴിഞ്ഞ സർക്കാർ അത് നൽകിയിരുന്നില്ല. അതിരൂക്ഷ വിമർശനം സർക്കാരിനെതിരെയൊക്കെ ഉണ്ടായിരുന്നു. അതിലാണിപ്പോൾ കോടതിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് മുഹമ്മദ് ഹനീഷിന് നൽകിയിരിക്കുന്നത്. GK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.